ഹലോ ഓൾ, നമ്മൾ ഇന്ന് മുതൽ സീക്വലിൻ്റെ ഒരു end-to-end ലെക്ചർ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. സോ എൻ്റെ സീരീസ് നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് സീക്വലിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ലഭിക്കുന്നതാണ്. സോ എപ്പോഴത്തെ പോലെയും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം ടു ഡാറ്റാ സോൾ. നമ്മൾ സീക്വൽ എന്താണെന്ന് പഠിക്കാൻ പോകുന്നതിന് മുന്നേ എന്താണ് ഡാറ്റാബേസ് എന്നറിഞ്ഞിരിക്കണം. ഡാറ്റാബേസിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഡാറ്റാബേസ്. നമുക്ക് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫോൾഡേഴ്സ് ഒക്കെ അല്ലേ, അതിനൊക്കെ ഒരു ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോൾഡർ ഇൻ എ കമ്പ്യൂട്ടർ, എന്നാൽ നമ്മൾ കമ്പനിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡാറ്റാസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. സോ ആ ഒരു കേസിൽ നമുക്ക് ആ ഒരു ഡാറ്റ മൊത്തം ഒരു കമ്പ്യൂട്ടറിൽ ലോക്കലൈസ് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. സോ ഈ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലൗഡ് ഡാറ്റാബേസ്. ക്ലൗഡ് ഡാറ്റാബേസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഗൂഗിൾ ക്ലൗഡും പിന്നെ ആമസോൺ വെബ് സർവീസ്, മൈക്രോസോഫ്റ്റിന്റെ അസ്യൂർ, ഒറാക്കിൾ ഡാറ്റാബേസ് മുതലായവ. കമ്പനികളൊക്കെ ഈ ക്ലൗഡ് ഡാറ്റാബേസിൽ ഫയൽ സ്റ്റോർ ചെയ്യുന്ന വഴി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ആ ഡാറ്റാബേസിലോട്ട് ആക്സസ് കിട്ടുകയും അതുകൊണ്ട് തന്നെ ആ കമ്പനിയുള്ള എല്ലാ ഫയൽസിലോട്ടും ആക്സസ് കിട്ടുന്നതാണ്. അവർ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡാറ്റാബേസിലോട്ട് ആക്സസ് നേടുക. സോ നിങ്ങൾക്ക് ഡാറ്റാബേസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്തിനാണ് ഡാറ്റാബേസ് എന്ന് നോക്കാം. പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ്, സിംപ്ലർ. സെക്കൻഡ്, ഈസിയർ. തേർഡ്, സെക്യൂർ. ഫോർത്ത്, റിലയബിൾ. ആൻഡ് ഫിഫ്ത്ത്, ഫാസ്റ്റർ. നമുക്കിനി ഇതിലെ ഓരോ പോയിന്റ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റ് എന്ന് പറയുന്നത് സിംപ്ലർ ആൻഡ് ഈസിയർ. നമുക്കറിയാം, ഒരു ഡാറ്റാബേസ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡാറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന സീക്വൽ പോലെയുള്ള ലാംഗ്വേജുകളാണ്. സീക്വൽ പോലെയുള്ള ലാംഗ്വേജുകൾ ജാവ, പൈതൺ എന്നിവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സിംപ്ലർ ആൻഡ് ഈസിയർ എന്ന് സ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സീക്വൽ എന്ന് കൊടുക്കാം. അടുത്ത 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്യൂർ ആൻഡ് റിലയബിൾ. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ലൊക്കേഷനിലായിരിക്കത്തില്ല അത് സ്റ്റോർ ചെയ്യപ്പെടുക. അത് യൂഷ്വലി 3 ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു 3 കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്യാം. കമ്പ്യൂട്ടർ നമുക്ക് ABC എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഈ Aയിലും Bയിലും Cയിലും ഈ 3 കമ്പ്യൂട്ടറിലും ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. സപ്പോസ് ഒരു കേസിൽ നമ്മുടെ A എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഫെയിൽ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് B, C എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിനും ഈ ഡാറ്റ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിന് ഡാറ്റ നഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഡാറ്റാബേസിന് സെക്യൂർ ആൻഡ് റിലയബിൾ എന്ന് പറയാം. അടുത്തായി വരുന്നതാണ് ഫാസ്റ്റർ. അത് ഞാൻ ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിവിടെ കാണുന്ന ഡാറ്റ സെല്ലിലൂടെ ഡാറ്റാബേസ് എങ്ങനെയാണ് ഫാസ്റ്റർ ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ടേബിളിൽ നമുക്ക് കുറേ റോസും കോളംസും കാണാം. ഇപ്പോൾ കോളംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ C1 ഉണ്ട്, C2 ഉണ്ട്, C3 ഉണ്ട്. അതുപോലെ തന്നെ റോസ് എന്ന് പറയുകയാണെങ്കിൽ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. അങ്ങനെ കുറേ റോസും ഉണ്ട്. എന്നാൽ നമുക്ക് ഇതിൽ നിന്നും വാല്യൂ 100 ഉള്ള റോ കണ്ടുപിടിക്കണം. അത് വാല്യൂ 100 ഉള്ള റോ ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് ആണ്. അപ്പം നമ്പർ 1, ഇമ്പറേറ്റീവ് ലാംഗ്വേജസ്. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആക്കി എടുക്കുക. അതായത് നമ്മൾ ആദ്യം റോ 1ൽ പോയി നോക്കും 100 ഉണ്ടോ എന്ന്. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ റോ 2ൽ പോയി നോക്കും 100 ഉണ്ടോ, കിട്ടിയില്ല. റോ 3 പോയി നോക്കി 100 ഉണ്ടോ, കിട്ടിയില്ല. റോ 4ൽ പോയി നോക്കി 100 ഉണ്ട്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ആണ് C++, ജാവ, പൈതൺ മുതലായവ.
എന്നാൽ നമുക്കറിയാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓരോ റോസിലും പോയി നോക്കണം. അത് ആദ്യം റോ 1 പോയി നോക്കണം, പിന്നെ റോ 2 പോയി നോക്കണം, പിന്നെ റോ 3 പോയി നോക്കണം. അങ്ങനെ ഓരോ റോസിലും പോയി നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലൈൻസ് ഓഫ് കോഡ് എഴുതണം. അതായത് കോഡിൻ്റെ എണ്ണം കൂടി വരും. എന്ന് വെച്ചാൽ കുറേ ലൈൻസ് ഓഫ് കോഡ് ആകുമ്പം ആ എൻ്റെ കോഡ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ട് വരും. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡീക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ട്. അതിൻ്റെ എക്സാമ്പിളാണ് സീക്വൽ. നമുക്ക് നമ്പർ 2 അത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഡീക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് എഴുതാം. ഇതിൻ്റെ എക്സാമ്പിളാണ് സീക്വൽ പോലുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ ഈ ഡീക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുക. അതായത് ഇവിടെ നമുക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ നേരെ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൽ എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ 100 എന്ന് പറഞ്ഞ വാല്യൂ അത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. സീക്വൽ യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു എൻ്റെ പ്രോസസ്സ് നമ്മൾ വളരെ സിമ്പിളും ഫാസ്റ്റാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീക്വൽ എന്ന് പറയുന്ന ലാംഗ്വേജ് ഡാറ്റ സയൻസ് ഇൻഡസ്ട്രിയിൽ വളരെയധികം പോപ്പുലറാണ്. നമുക്കിനി ഡാറ്റാബേസിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. രണ്ട് ടൈപ്പിലുള്ള ഡാറ്റാബേസിലാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ്. സെക്കൻഡ് ടൈപ്പാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ്. അപ്പോൾ നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റിലേഷണൽ ഡാറ്റാബേസിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? റിലേഷണൽ ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ that organizes data in predefined relationships where data is stored in one or more tables. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻ ഡാറ്റാബേസിൽ ഡാറ്റ ഇരിക്കുക ഒന്നിലധികം ടേബിളിലായിരിക്കും. അപ്പോൾ ഈ ഒന്നിലധികം ടേബിൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ രണ്ട് ടേബിൾ കാണാം. ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. അത് ഇതിൽ കസ്റ്റമേഴ്സിന് ഡീറ്റെയിൽസ് ആണുള്ളത്. അതായത് കസ്റ്റമർ ഐ ഡിയും കസ്റ്റമറിൻ്റെ നെയിമും കസ്റ്റമറിൻ്റെ ഫോൺ നമ്പറും ലൊക്കേഷനൊക്കെ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കസ്റ്റമർ ഐ ഡി 1. അപ്പോൾ ആ നെയിം എന്ന് പറയുന്നത് അരുണാണ്. അവൻ്റെ ഫോൺ നമ്പർ 22645 ആൻഡ് ലൊക്കേഷൻ ഹെബ്ബാലാണ്. അപ്പോൾ രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത് ഓർഡേഴ്സ് ആണ്. അപ്പോൾ ഇതിലുള്ളത് ഓർഡർ ഐ ഡി, പ്രൊഡക്റ്റ്, സെല്ലിംഗ് പ്രൈസ് ആൻഡ് കസ്റ്റമർ ഐ ഡി. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ വരുന്നത്, ഇത് രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു കോളം വഴിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്ന കോളം ഈ രണ്ട് ടേബിളും കോമൺ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ ഓർഡർ ഐ ഡി X1, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സോപ്പ്, സെല്ലിംഗ് പ്രൈസ് 60, കസ്റ്റമർ ഐ ഡി 1. അതായത് കസ്റ്റമർ ഐ ഡി 1 ഉള്ള ആൾ മേടിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സോപ്പാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ഐ ഡി 1 എന്ന് പറഞ്ഞാൽ ഷാമ്പു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. കസ്റ്റമർ ഐ ഡി 1 ഉള്ള ആൾ മിൽക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കസ്റ്റമർ ഐ ഡി 1 ഉള്ള ആൾ സോപ്പും ഷാമ്പു മിൽക്കും മേടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കസ്റ്റമർ ഐ ഡി 1 എന്ന് പറയുന്നത് അരുണയാണ് റീപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ എൻ്റെ ഇൻഫർമേഷൻ ഒരൊറ്റ ടേബിളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും കാണുക. ഇവിടെ ഈ കമ്പൈൻഡ് എന്ന് പറഞ്ഞ ടേബിളിൽ ഞാൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ടേബിളും ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിലും എല്ലാ ഡാറ്റയും ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പൈൻഡ് എന്ന് പറഞ്ഞ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 അരുൺ 22645 ഹെബ്ബാൽ, 1 അരുൺ 22645 ഹെബ്ബാൽ, 1 അരുൺ 22645 ഹെബ്ബാൽ. അതായത് ഡാറ്റ വളരെയധികം റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ കുറേയധികം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടേബിളിൽ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കേസിൽ കുറേ വലിയൊരു ഡാറ്റയുള്ള ടേബിളിനെ രണ്ടിനായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ട് അത് തമ്മിൽ റിലേഷൻ കൊടുക്കുന്നത്. അതുവഴി ഡ്യൂപ്ലിക്കേഷൻസ് കുറയുകയും എന്ന് വെച്ചാൽ ഫയലിൻ്റെ സൈസ് കുറയുകയും നമുക്ക് എൻ്റെ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനും കഴിയുന്നു. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടേബിൾസിലൂടെ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുകയും അവ തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിനാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് വിളിക്കുന്നത്. നമുക്കിനി നോൺ റിലേഷണൽ ഡാറ്റാബേസ് എന്നാണ് നോക്കാം. നോൺ റിലേഷണൽ ഡാറ്റാബേസ് ആ ഒരു വേർഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിലേഷൻ ഡാറ്റാബേസിൻ്റെ ഒരു ഓപ്പോസിറ്റ് പോലെ ആയിരിക്കുന്നത്. അതായത് ഇവിടെ ഡാറ്റ ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ടേബിളുലർ ഫോർമാറ്റ്.
ഡാറ്റ ടേബിളർ ഫോർമാറ്റിലായിരിക്കത്തില്ല സ്റ്റോർ ചെയ്യുക. ഡാറ്റ ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ ടേബിളർ ഫോർമാറ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ഇവിടെ യൂഷ്വലി നമ്മൾ ഡാറ്റ കാണുന്നത് ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റിലായിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ JSON ഫോർമാറ്റിലൊക്കെ ആയിരിക്കും നമ്മളൊരു ഡാറ്റ കാണുക. JSON ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഒരു നോൺ റിലേഷൻ ഡാറ്റാബേസിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ നോൺ റിലേഷൻ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടേബിളിലൊന്നുമല്ല. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല. അതായത് നോൺ റിലേഷൻ ഡാറ്റാബേസിൽ ഡാറ്റ ടേബിൾസിലല്ല സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷനും മറ്റു ഇൻഫർമേഷനും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കത്തുമില്ല. ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് എന്താണെന്നും ഡാറ്റാബേസിന് ഡിഫറെൻറ്റ് ടൈപ്സും പഠിച്ചു. ഇനി നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് എ collection of computer programs that allows you to create, manage and operate database. അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ്. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതും അതിനെ മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം. ഞാനൊരു ഫിഗറിലൂടെ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാക്കാം. ഇത് നമുക്ക് ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇതാണ് ഒരു എൻഡ് യൂസർ എന്ന് വെക്കുക. ഇവിടെ ഈ ഡാറ്റാബേസിനെ യൂസറിലോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് സിസ്റ്റമാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു യൂസറിന് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലാംഗ്വേജസ് യൂസ് ചെയ്യണമെന്നൊക്കെ. നമ്മൾ SQL ഇപ്പോൾ പോലത്തെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണം ഡാറ്റാബേസിന് ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ SQL പോലത്തെ ലാംഗ്വേജുകൾ നമ്മളൊരു ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണുള്ളത് നോക്കാം. ഡാറ്റാബേസിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു 2 തരത്തിലുള്ള ഡാറ്റാബേസ് ആണുള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസും സെക്കൻഡ് എന്ന് പറയുന്നത് നോൺ റിലേഷണൽ ഡാറ്റാബേസും. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളത്. ഇപ്പോൾ റിലേഷണൽ ഡാറ്റാബേസിനോട് ബന്ധപ്പെട്ടുള്ളതാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം നോൺ റിലേഷണൽ ഡാറ്റാബേസിനോട് ബന്ധിച്ചിട്ടുള്ളതാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പോൾ റിലേഷൻ ഡാറ്റാബേസ് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് SQL ആണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് SQL ആണ്. അതുകൊണ്ട് തന്നെ റിലേഷൻ ഡാറ്റാബേസിനെ നമുക്ക് SQL ഡാറ്റാബേസ് എന്നും വിളിക്കാറുണ്ട്. എന്നാൽ നോൺ റിലേഷൻ ഡാറ്റാബേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് NoSQL. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ റിലേഷണൽ ഡാറ്റാബേസിനെ NoSQL ഡാറ്റാബേസ് എന്നും വിളിക്കാൻ പറ്റും. ഈ ഒരു ലെക്ചർ സീരീസിലൂടെ SQL എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഡാറ്റാബേസ് എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് ആയിരിക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ റിലേഷണൽ ഡാറ്റാബേസിൽ നിന്നും എങ്ങനെയാണ് SQL വെച്ച് ഡാറ്റ എടുക്കുന്നതെന്നും അതിലെങ്ങനെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മെയിൽ അയച്ചാലും മതിയാവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.